മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 7 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. ഈ നോമ്പ് കാലത്ത് ഈ വചനം വലിയൊരു വെളിപാടാണ് നമുക്ക് തരുന്നത്. നമ്മളെല്ലാവരും കർത്താവിനാൽ കഴുകപ്പെടുവാൻ ആഗ്രഹിക്കണം. സകലവിധ മലിനതകളിൽ നിന്ന്, അശുദ്ധികളിൽ നിന്ന് നമ്മൾ പൗത്രീകരിക്കപ്പെട്ട് കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം തുറന്നങ്ങ് പ്രാർത്ഥിക്കണം. ആരിങ്ങനെ ബലം പിടിച്ച് നിൽക്കരുത്. ഹൃദയം തുറന്ന്, ഉള്ളു തുറന്നങ്ങ് ചങ്ക് പൊട്ടി അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. വലുത് കരമുയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരണത്തിന്റെ തീയായി ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ കത്തിപ്പടരണമേ. പാപശക്തികളെ, ശാപശക്തികളെ, പൈശാചികാധിപത്യങ്ങളെ പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളേവരെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഈ കൃപയ്ക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ച് നമ്മൾ പാടുകയാണ്. ആദിമ സഭ ഉണർത്തിയ പരിശുദ്ധാത്മാവ്, ആദിമ സഭയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവിന്റെ രാജ്യ വളർച്ചയ്ക്ക് വേണ്ടി ശക്തിപ്പെടുത്തുവാൻ എല്ലാം മറന്ന് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എല്ലാം മറന്നങ്ങ് പാടി പാടി പ്രാർത്ഥിച്ചേ. മഴയായി പെയ്യട്ടെ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ആത്മാവിന്റെ തീമഴ പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആമേൻ, 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 ആമേൻ. പവർ, പവർ. മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ വരിക, വരിക.
കാലഘട്ടത്തിന് അഭിഷേക തീയായി 10,000 കത്തിപ്പടരുക. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണത്തിന് തീയായി പരിശുദ്ധാത്മാവേ ഞങ്ങൾ കത്തിപ്പെടണമേ. മഴയായി പെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ കാറ്റായി വീശട്ടെ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ച്. കാറ്റായി വീശട്ടെ, തീയായി കത്തട്ടെ. തീയായി കത്തട്ടെ, നദിയായി ഒഴുകട്ടെ. അനുഗ്രഹത്തിന്റെ കൃപയുടെ നദിയായി ഒഴുകട്ടെ. തീയായി പടരട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം പൊട്ടി പരിശുദ്ധാത്മാവ് വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്ന തീയായി, കൃപയുടെ തീയായി, അഭിഷേക തീയായി നമ്മിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ കത്തിപ്പടരുവാൻ എല്ലാം പറഞ്ഞ് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക വരിക. ഞങ്ങൾ ഏറ്റെടുക്കണമേ. ഞങ്ങൾ ആവശ്യങ്ങൾ ഏറ്റെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക. സകല കെട്ടുകളെ അഴിക്കണമേ. ദുഃഖങ്ങൾ ഒടിക്കണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. കം ഹോളി സ്പിരിറ്റ്. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന 10,000 കണ്ണീര് കണ്ട് ഹൃദയ തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാവേ അവരുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. ഇവിടെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് അഭിഷേക തീ നൽകണമേ. പരിശുദ്ധാത്മാവേ, തകർന്നിരിക്കുന്ന 1000 ഈ ശുശ്രൂഷയിലുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. പരിശുദ്ധാത്മാവേ, മക്കളില്ലാതെ വേദനിക്കുന്ന അനേകം ദമ്പതിമാരുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങളും തകർച്ചകളുമായി നൊമ്പരപ്പെടുന്ന 10,000 ഈ ശുശ്രൂഷയിലുണ്ട്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇറങ്ങി വന്ന് അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും കൃപകളും പ്രദാനം ചെയ്യണമേ. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരിക. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുക്കണമേ. അവിടുന്ന് തന്നെ എല്ലാം ക്രമപ്പെടുത്തണമേ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി ഈശോയെ, നന്ദി പിതാവേ. പരിശുദ്ധ അമ്മേ, തിരുസഭയുടെ അമ്മേ, ഞങ്ങളേവരും വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധീകരണത്തിനായി കർത്താവ് വിളിക്കുന്നു. വിശുദ്ധീകരണത്തിനായി കർത്താവ് വിളിക്കുന്നു. ഈ നോമ്പ് കാലത്ത് ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. നമ്മളെല്ലാവരും തപസ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. കർത്താവ് നമ്മെ വിളിക്കുന്നത് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തിലേക്കാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ വിശുദ്ധീകരണം അതൊഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. എവിടെ വിശുദ്ധീകരണമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിലേക്കാണ് കർത്താവിൻ്റെ കൃപകളും നന്മകളെല്ലാം ഒഴുകപ്പെടുന്നത്. അത്രമാത്രം വിശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തെ കർത്താവ് വിലമതിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തിരുവെഴുത്തുകൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സത്യമുണ്ട്. കർത്താവ് ആവർത്തിച്ച് നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. 1-2 പ്രാവശ്യമല്ല, എത്രയോ പ്രാവശ്യം തിരുവെഴുത്തിലൂടെ ഈ നിർദ്ദേശം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരികയാണ്. ഇതെല്ലാം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്?
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യം വിശുദ്ധീകരണത്തിനുണ്ട്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗ്ഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമുക്ക് പലവിധ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ചൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുള്ളവരാണ് നമ്മൾ. നമുക്ക് ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ തന്നെ കർത്താവിനുമുണ്ട് നമ്മെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരികയാണ് എന്താണ് യഥാർത്ഥത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശുദ്ധീകരണമാണ്, വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. നിങ്ങൾ പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്നെ ഒരുപാട് സ്വാധീനിച്ച തിരുവചനമാണിത്. നമ്മൾ ആവർത്തിച്ച് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ തിരുവചനത്തിലൂടെ വലിയ ആത്മീയ മർമ്മങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പല വ്യഗ്രതകൾ നമുക്കുണ്ട്. ഈ വ്യഗ്രതകളിൽപ്പെട്ട് ഈ നിത്യമായ സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഈ തപസ്സുകാലം എന്തിനാണ് കർത്താവ് നമുക്കായി അനുവദിച്ച് തന്നിരിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആത്മശോധന ചെയ്യാനാണ്. വിറയലോടും ഭയത്തോടും കൂടെ നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അതാണ് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം. അപ്പോസ്തലനായ പത്രോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുക. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. നിങ്ങൾ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ശാരീരിക പ്രവണതകളിൽ നിന്നും നിങ്ങൾ പ്രവാസികളും പരദേശികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ ആത്മരക്ഷയെ തടയുന്ന പല പാപങ്ങളുമുണ്ട്. നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന പല അശുദ്ധിയുടെ വ്യാപാരങ്ങളുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, ശരീരത്തിൻ്റെ പ്രവണതകൾ. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക, ഈ ശരീരത്തിൻ്റെ പ്രവണതകളിൽ നിന്ന്, ഈ പാപത്തിൻ്റെ ആസക്തികളിൽ നിന്ന് സഭാമക്കള് നമ്മൾ ഓരോരുത്തരും ഒഴിഞ്ഞു നിൽക്കണം. ഇത് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരിഹിതമാണ്. ഇന്ന് ഒരുപാട് പേര് വേദനയോടുകൂടി പറയാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെയുള്ള ആത്മീയ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുന്നില്ല. നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു വേദന തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്? ഞങ്ങളെ കണ്ണുനീര് എന്തുകൊണ്ടാണ് ഇന്ന് പാഴായി പോകുന്നത്? പലരുടെ ഉള്ളിൽ പലവിധ സംശയങ്ങളും ഇത്തരത്തിലുള്ള നൊമ്പരങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിൻ്റെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടണോ? കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിന്റെ കുടുംബത്തിലേക്ക് പകരപ്പെടണോ? നമ്മുടെ ജീവിതങ്ങൾ ആത്മപകർച്ചയുടെ ജീവിതങ്ങളായി മാറണോ? അതിനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് കർത്താവിന് യോഗ്യമായ വിധം ജീവിക്കുക. ആ ജീവിതത്തിന് പറയുന്ന പേരെന്താണ്? വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം. ഇതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹെബ്രായ പുസ്തകം 12:14 എടുത്ത് വായിച്ചേ നിങ്ങൾ. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? നിങ്ങൾ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും
ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. യെശയ്യാ പ്രവചനം 1:16 വീണ്ടും കർത്താവിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകി വൃത്തിയുള്ളവരാക്കുവിൻ. നിങ്ങൾ നിങ്ങളെ കഴുകി വൃത്തിയുള്ളവരാക്കുവിൻ. നമ്മളെ കഴുകുവാൻ നമ്മൾ എത്ര പേര് കർത്താവിനെ അനുവദിക്കുന്നുണ്ട്? എൻ്റെ സഹോദര സഹോദരി, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, സത്യസന്ധമായി നിങ്ങൾ ഉത്തരം പറയണം. നമ്മുടെ ജീവിതത്തെ കഴുകുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ വെണ്മയുള്ളതാക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ചില ഇഷ്ടങ്ങൾ, നമ്മുടെ ചില താല്പര്യങ്ങൾ, നമ്മുടെ ചില സുഖങ്ങൾ, പാപം തരുന്ന ചില നൈമിഷികമായ സന്തോഷങ്ങൾ, ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വേണ്ട വിധം നമ്മളെ കഴുകുവാൻ, നമ്മളെ വൃത്തിയുള്ളവരാക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കുന്നില്ല. ചില ഏരിയയിലേക്ക് നാം കർത്താവിനെ വിളിക്കുന്നില്ല. ചിലതൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട് കർത്താവിനെ, ചിലതൊക്കെ സമർപ്പിക്കുന്നുണ്ട് നമ്മൾ. എന്നാൽ പൂർണ്ണമായും നമ്മളെ ശുദ്ധീകരിക്കുവാൻ നാം കർത്താവിനെ പെർമിറ്റ് ചെയ്യുന്നില്ല. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം നമുക്കൊക്കെ സുപരിചിതമായ വചനമാണ്. എന്താ പരിശുദ്ധാത്മ നൽകുന്ന മുന്നറിയിപ്പ്? നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളിടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവിന് ഇടപെടണോ? കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയണോ? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, ഭൗതികമായ നന്മകൾ കർത്താവിന് പ്രദാനം ചെയ്യാൻ കഴിയണോ? നമ്മളെ കഴുകുവാൻ, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി വില കൊടുക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാനുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്ക് എത്ര പേർക്കുണ്ട്? അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി, അത്ഭുതമാക്കി കർത്താവ് ഈ നാളുകളിൽ അനുഗ്രഹിച്ചുയർത്തും. ഇതിനുള്ള ബന്ധത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റും. ഞാൻ ചുമ്മാ നിങ്ങളോട് പറയുകയല്ല, എന്തുമാത്രം അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ ദൈവം നമുക്കൊക്കെ തന്നിട്ടുണ്ട്. ആരെല്ലാം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറായോ, അവരുടെ പ്രതിസന്ധികളിലെ, അവരുടെ തകർച്ചകളിലെ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ, അവരുടെ നൊമ്പരങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്ത 100 അനുഭവങ്ങൾ നമുക്കൊക്കെ സാക്ഷ്യപ്പെടുത്താനില്ലേ? എത്ര അർത്ഥവത്താണ് ഈ വചനം. ഈ വചനത്തോട് ബന്ധപ്പെട്ട് തിരുവചനത്തിലെ മറ്റൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിലാണ്. ഇസ്രായേൽ ജനം പാപം ചെയ്ത് കർത്താവിനെ തുടർച്ചയായി വേദനിപ്പിച്ചു. അങ്ങനെ വലിയ അടിമത്തത്തിൽ, ഫിലിസ്ത്യരുടെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം ആവുകയാണ്. ഈ സമയത്ത് അവരുടെ ന്യായാധിപനായ സാമുവേൽ പ്രവാചകൻ, സാമുവേൽ പ്രവാചകന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടു പോകുന്ന പ്രവാചകനാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ ജനത്തെ നയിക്കുന്ന പ്രവാചകനായിരുന്നു സാമുവേല്. 7-ാം അധ്യായം 3-ാം വചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയണം. രണ്ടാമത് പറയും, അന്യദേവന്മാരെ മുഴുവൻ നിങ്ങൾ ബഹിഷ്കരിക്കണം. മൂന്നാമത് പറയും, നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കണം. നാലാമത് പറയും, നിങ്ങൾ പരിപൂർണമായും അനുദപിച്ച് നിങ്ങളെ കർത്താവിനെ മാത്രം ആരാധിക്കണം. അഞ്ചാമത് പറയാണ്, അപ്പോൾ നിങ്ങളുടെ ദൈവം ശത്രുകരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. എപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്? തൻ്റെ ജനത്തിന് വേണ്ടി എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്? തൻ്റെ ജനം തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവ പ്രവർത്തിക്കുകയായി അവർ കാത്തിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക. എൻ്റെ സഹോദരൻ, നിന്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണോ? എൻ്റെ സഹോദരി, നിന്റെ വിഷയങ്ങളിൽ, നിന്റെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ വെളിപ്പെടണോ? നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുക. വേറെ ഒരു വഴിയില്ല ദൈവമക്കളെ. നമ്മളെ കഴുകുവാൻ, നമ്മളെ വൃത്തിയുള്ളവരാക്കുവാൻ, നമ്മളെ വെണ്മയുള്ളവരാക്കുവാൻ നാം കർത്താവിനെ പരിപൂർണമായും അനുവദിക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? പ്രവാചകനായ സാമുവേലിന്റെ വാക്കുകൾ ദൈവജനത്തിന്റെ ഹൃദയത്തിലോട്ട് തുളച്ചായി കയറി. പരിശുദ്ധാത്മ ചാട്ടുളി പോലെ അവരുടെ ഹൃദയത്തിലേക്ക് ഇത് തുളച്ചു കയറ്റി. ജനം പൊട്ടി കരയാൻ തുടങ്ങി.
4-ാം വചനം പഠിപ്പിക്കുകയാണ്, അവർ അന്യദേവന്മാരെ എല്ലാം ബഹിഷ്കരിച്ച് ജനം മുഴുവൻ കർത്താവിനെ ആരാധിച്ചു. എത്ര മനോഹരമായ ഒരു അനുഭവമാണിത്. ജനം മുഴുവൻ കർത്താവിനെ ആരാധിക്കുക. എല്ലാ അശുദ്ധികളെയും സകലവിധ പാപങ്ങളെയും എല്ലാവിധ ജഡിക വ്യാപാരങ്ങളെയും വിട്ടുകളഞ്ഞ് തങ്ങളെ വിളിച്ചവനായ ദൈവമായ കർത്താവിനെ അവർ ആരാധിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തപസ് കാലത്ത് ഈ ഒരു അനുഭവത്തിലേക്ക് സഭാമക്കൾ ഉയരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. 5-ാമത്തെ വചനം പറയുകയാണ്, അവരെല്ലാം ഒരുമിച്ച് കൂടി. അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുകയാണ്. 7-ാം അധ്യായം 6-ാമത്തെ വചനം, മിസ്പ എന്ന സ്ഥലത്ത് അവർ കർത്താവിനെ ഹൃദയം പൊട്ടി നിലവിളിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, കർത്താവെ തെറ്റിപ്പോയി, കർത്താവെ കരുണ കാണിക്കണമേ, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ അപരാധം ചെയ്തു പോയി കർത്താവെ. കർത്താവിൻ്റെ മുൻപിൽ നിലവിളിച്ച് അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്താ ഉണ്ടായത്? ഈ സമയത്ത് ഇസ്രായേൽ ജനം മിസ്പായിൽ ഒരുമിച്ച് കൂടി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഫിലിസ്ത്യരെ ഇസ്രായേൽക്കാർ ആക്രമിക്കാനായിട്ട് വരികയാണ്. 8-9 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. ശക്തരായ ഫിലിസ്ത്യരെ തങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഭയചകിതരായി. അവർ സാമുവേലിനോട് പറഞ്ഞു, പ്രവാചക, ഞങ്ങളെ രക്ഷിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവജനം മുഴുവൻ അവരെ തന്നെ കഴുകി വൃത്തിയുള്ളവരാക്കി. ഇപ്പോൾ അവരുടെ മധ്യേ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടതെല്ലാം തനിയെ വന്നുകൊള്ളും. ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട. അത് ദൈവം തന്നെ നോക്കിക്കോളും. ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, അത് കർത്താവ് തന്നെ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്ത് അവിടെ ഒരു തീർപ്പ് കൽപ്പിക്കും. നിങ്ങൾ ആരും സംശയിക്കേണ്ട. ഈ തിരുവചന ഭാഗത്തോട്ട് വാ. ദൈവത്തിന് ജനം അവരെ തന്നെ ശുദ്ധീകരിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. എന്താ സംഭവിച്ചത്? 9-ാമത്തെ വചനത്തിൽ പ്രവാചകനായ സാമുവേലെ ദഹന ബലിയർപ്പിച്ച് ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തുണ്ടായി? 10-ാമത്തെ തിരുവചനം പറയുന്നു, ഫിലിസ്ത്യരെ ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ അവര് അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്തു ചെയ്തു? ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ കർത്താവ് ഭയപ്പെടുത്തി. ഹല്ലേലൂയ! എത്ര മനോഹരമായ ദൈവപ്രവൃത്തി ഇത്! ഒരു വലിയ ഗംഭീരമായ ഇടിനാദം, ആ പ്രദേശം കുലുങ്ങുമാറ് നിലമിറങ്ങി ഇടിവെട്ടെന്നൊക്കെ നമ്മൾ പറയല്ലേ, അതുപോലെ അങ്ങ് ഇടിനാദം അങ്ങ് മുഴക്കി. ഈ ഇടിനാദം കേട്ടപ്പോൾ ഫിലിസ്ത്യർക്ക് മനസ്സിലായി, ഇസ്രായേൽക്കാരുടെ ഇടയിൽ അവരെ കർത്താവ് വന്നിട്ടുണ്ട്. ഇസ്രായേൽക്കാർക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുകയാണ്. തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുൻപിൽ എതിർത്ത് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. അവർ ഭയം മൂലം ഭയചകിതരായി ഫിലിസ്ത്യർ മുഴുവൻ ഓടിപ്പോവുകയാണ്. ഇസ്രായേൽക്കാർ അവരെ വധിച്ചു. അത്ഭുതകരമായ വിജയം കൊടുത്ത്, അത്ഭുതകരമായ സ്വസ്ഥത കൊടുത്ത് തൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ദൈവപ്രവൃത്തി ഇസ്രായേൽ ജനത്തിന് അനുഭവിക്കാൻ പറ്റിയത്? ഈ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ വേണ്ടി അവരെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറായി. അവരെ തന്നെ കഴുകി വൃത്തിയുള്ളവരാക്കി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു അത്ഭുതം, ഈ ഒരു അഭിഷേകം, ഇപ്രകാരമുള്ളൊരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളുള്ള ബന്ധത്തിൽ, നീ അനുഭവിക്കുന്ന തകർച്ചകളിൽ, നിന്റെ ദുരിതങ്ങളിൽ, നിന്റെ കഷ്ടപ്പാടുകളിൽ, നിന്റെ ഞെരുക്കങ്ങളിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ തരുന്ന ഈ നിർദ്ദേശം മനസ്സിലാക്കണം. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാവുക. കർത്താവ് നമ്മെ വിളിക്കുന്നത് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തിലേക്കാണ്.
പുറപ്പാട് 14:14 ഇവിടെ ലിറ്ററലി സംഭവിച്ചത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി. ഇസ്രായേൽക്കാർക്ക് ആർക്കും ഫിലിസ്ത്യർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. കർത്താവ് തന്നെ തൻ്റെ ജനത്തിന് വേണ്ടി ഫിലിസ്ത്യർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ ഭയപ്പെടുത്തി അവരങ്ങ് ചിതറിച്ച് കളഞ്ഞു. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 7:13 നമുക്കൊരുപാട് ആനന്ദം തരുന്ന വചനമാണ്. സാമുവേലിന്റെ കാലം എത്രയും കർത്താവിൻ്റെ കരങ്ങള് ഫിലിസ്ത്യർക്കെതിരെ ഇസ്രായേലിൽ ബലപ്പെട്ടിരുന്നു. സാമുവേൽ പ്രവാചകന്റെ കാലത്ത് പിന്നെ ഫിലിസ്ത്യരെ ഇസ്രായേൽ ആക്രമിക്കാൻ വന്നില്ല. കർത്താവ് സ്വസ്ഥത കൊടുക്കുകയാണ്, തൻ്റെ ജനത്തിന് സമാധാനം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര അർത്ഥവത്താണ് ഈ തിരുവാക്യങ്ങൾ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ നന്മകളും കർത്താവ് തരുന്ന അഭിഷേകത്തിന് വിവിധങ്ങളായ കൃപകളെല്ലാം നമുക്ക് അനുഭവിക്കണ്ടേ? നമ്മൾക്കിങ്ങനെ പോയാൽ മതിയോ? നമ്മളിങ്ങനെ ജീവിച്ചാൽ മതിയോ? ഈ തപസ് കാലത്ത് തീരുമാനങ്ങളെടുക്ക്. നമ്മളെ കഴുകി ശുദ്ധീകരിക്കുവാൻ കർത്താവിന് അനുവദിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആകാശവാതിൽ തുറക്കുകയല്ലേ, ദൈവം താണിറങ്ങുകയല്ലേ, മാലാഖവൃന്ദം വണങ്ങുകയല്ലേ, തിരുവോസ്തിയായി നീ മാറുകയല്ലേ. മഹത്വപൂർണനായ ഈശോയെ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കടന്നു വന്ന തിരുസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തുക. നമ്മൾ ആരും അടിക്കേണ്ട, മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മുടെ ഇരുകരങ്ങളെ യാചനാപ്പുറം തുറന്നു പിടിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അരൂപി നമ്മളെ ബോധ്യപ്പെടുത്തി. വിശുദ്ധീകരണത്തിനായി ദൈവം നമ്മെ വിളിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ആത്മാവിലേക്കും കർത്താവിൻ്റെ കൃപകൾ ഒഴുകപ്പെടുകയില്ല. നമ്മളെ വിശുദ്ധീകരിക്കുവാൻ കർത്താവിന് അനുവദിക്കണം. നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്ന സകല പാപങ്ങളെ വിട്ടുകളയുവാൻ, ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ അശുദ്ധികളെയും വെറുത്തുപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രാജാവും നമ്മുടെ കർത്താവും നമ്മുടെ അതിനാഥനുമായ യേശുവിനെ ഒന്നു ചേർന്ന് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടി തരണമേ. കൃപയുടെ കരങ്ങള്, ബലമുള്ള കരങ്ങള്, നിങ്ങളുടെ മഹത്വത്തിന്റെ കരങ്ങൾ നീട്ടി എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കണമേ. എല്ലാവിധ പാപദുഃഖങ്ങളെയും ഒടിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കാൻ, കർത്താവെ അങ്ങേക്ക് യോഗ്യമായ വിധം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കരുണ കാണിക്കണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അത്ഭുത രോഗശാന്തികള്, അത്ഭുത കൃപകള്, അത്ഭുത മാനസാന്തരങ്ങള്, ആഴമേറിയ അനുതാപം ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ പകർന്നു കൊടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. തലമുറകളെ സ്വതന്ത്രമാക്കണമേ. ആരാധന, ആരാധന, ആരാധന. അങ്ങ് ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി നന്ദി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ന്യായവിധി മറന്ന് ജീവിക്കരുത്. ഈ ശുശ്രൂഷകളിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ